ഇപ്പോൾ നാട്ടിലൊരു കൾച്ചർ കാണുന്നുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എനിക്കറിയാവുന്ന എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ളവരുണ്ട്. ഓക്കെ CMA, CA കോഴ്സുകൾ, ACCA ഓക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ അതെ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികൾ ഒരുപാട് പേര് ഇവിടെ വരികയും അവരുടെ ലൈഫിൽ വലിയ ചേഞ്ച് വരികയും ചെയ്യുന്നുണ്ട്. പണ്ട് ഈ BCom MCom എടുത്ത് വരുന്നതിനേക്കാളും ഇവരിപ്പോൾ പല രീതിയിലും അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ കോഴ്സിന് പോയിട്ട് ഞാൻ പെട്ടുപോയി, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള കുട്ടികളുണ്ട്. അതാണ് കൂടുതൽ. അതെ. അപ്പോൾ സാറിന് ഇപ്പോൾ UAE വരുന്ന ഈ പുതിയ ന്യൂ ജനറേഷനിലുള്ള ഇത്തരം കുട്ടികളോട് അവർ ജോബ് ഹണ്ടിനായിട്ട് വരുന്ന UAE എന്നല്ല, ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഗൾഫൊക്കെ മാറിയ ആളുകൾ യൂറോപ്പിലേക്കും എല്ലായിടത്തേക്കും പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടാണല്ലോ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവരോട് ഇപ്പം ആസ് എ ഇത്രയും സാമ്പത്തിക വിദഗ്ധനാണ് സാറ്, ഈ ക്യാപിറ്റൽ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന രീതിയിൽ എന്താണ് കുട്ടികളോടുള്ള അഡ്വൈസ്? ഞാൻ പറയും, നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ലേൺ ചെയ്യണം. അതെ. ഫസ്റ്റ് ലേണിംഗ് ഉണ്ടാവണം, എന്നാലും പിന്നീടാണ് നമ്മൾ ഏൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ലേണിംഗ് എന്ന പ്രോസസ്സിൽ ആരും തന്നെ ചെയ്യാറില്ല. പലപ്പോഴും ഓൺ ദ ജോബ് പോയിട്ട് അവിടെ നിന്നിട്ടാണ് മിക്ക ആൾക്കാരുടെ ലേണിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാലും, അതിപ്പോൾ BCom കഴിഞ്ഞാലും ശരി, അല്ലെങ്കിൽ ഈവൻ CMA ACCA കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ കുട്ടികളൊക്കെ ആ ഒരു അക്കാഡമിക് ലെവലിൽ എക്സാമിനേഷൻ എങ്ങനെ പാസ്സാകാം എന്നുള്ള അപ്രോച്ചിൽ അവർ ചിലപ്പോൾ എക്സാമിനേഷൻ ക്ലിയർ ആവും, പാസ്സായിട്ടുണ്ടാവും, ദേ ഗോട്ട് എ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഒരു ഓൺ ദ ഫീൽഡ് വരുന്ന സമയത്ത് ഇവർക്ക് ആർക്കും തന്നെ ട്രെയിനിങ് ഇല്ല. ഈ പറഞ്ഞ എന്താണ് എൻ്റെ എംപ്ലോയർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെ സ്കിൽ എനിക്ക് അറിഞ്ഞിരിക്കണം, ആ ഒരു പർട്ടിക്കുലർ പാർട്ട് വന്ന് ഇവരെല്ലാം മിസ്സിംഗ് ആണ്. നമ്മൾ കേരളത്തിൽ കോഴ്സ് ചെയ്യാതിന്റെ അപ്പുറത്തോട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ എംപ്ലോയബിലിറ്റി സ്കിൽ, പരീക്ഷ പാസ്സാകുന്ന സ്കില്ല് വേറെയാണ്, എംപ്ലോയബിലിറ്റി സ്കില്ല് വേറെയാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് അല്ല, അണ്ടർ എംപ്ലോയ്മെന്റ്. അതായത് നമ്മൾ ഒരു വ്യക്തിയെ ഓൺബോർഡ് ചെയ്യുന്നു ഒരു എംപ്ലോയി ആയിട്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവന് നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിന് അവന് അതിനുള്ള പെർഫോമൻസ് ചെയ്യാനുള്ള അവൻ്റെ സ്കില്ലില്ല. അവൻ അവിടെ ഓഫീസിലുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, പാസ്സായിട്ടുണ്ട്, പക്ഷെ അവന് എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയില്ല. സോ അതിനുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യാൻ? നമ്മളെപ്പോഴും നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് നമ്മളെപ്പോഴും പഠിക്കുക. മിനിമം ലെവലിൽ ഒരു ഫിനാൻസ് ഫീൽഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു എക്സലെങ്കിലും നമ്മൾ പഠിക്കണം. എക്സൽ അറിയാത്ത കുട്ടികളുണ്ട്. ഓക്കെ, മൈക്രോസോഫ്റ്റ് എക്സലാണ് നമ്മൾ ഏത് കമ്പനി പോയിട്ട് എന്ത് അക്കൗണ്ട്സിന്റെ ജോബ് നോക്കാനാണ്. എൻ്റെ കോഴ്സൊക്കെ സമയത്ത് ഞാൻ ഫോക്സ് പ്രോ പോയി പഠിച്ചതാണ് പോകുന്നത്. അന്നത്തെ കാലത്ത് എക്സൽ കഴിഞ്ഞ പിന്നെ ഫോക്സ് പ്രോ സാർ ഓർക്കുന്നുണ്ടാവും. ആ കാലഘട്ടത്തിൽ അത് പിന്നെ ഒറാക്കിൾ വരുന്നു. അല്ല, ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒറാക്കിൾ SAP പഠിക്കുക എന്ന് പറയുന്നതല്ല. അല്ലാണ്ട് ചോദിക്കാറുണ്ട്, സാർ ഞാൻ SAP പഠിച്ചോട്ടെ, ഒറാക്കിൾ പഠിച്ചോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ആദ്യം നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം, എന്നിട്ട് ഓടിക്കണം. നമ്മൾ ക്രെറ്റ ഓടിക്കണോ അല്ലെ ബെൻസ് ഓടിക്കണോന്ന് അല്ലേ? അല്ല, അവിടെ സാർ പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഈ കോഴ്സുകൾ കഴിഞ്ഞു. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു CMA ആള് ജോയിൻ ചെയ്തു റീസെൻ്റ്ലി. അപ്പോൾ അവരോട് ഞാൻ കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒഡു എന്ന് പറയുന്ന ബെൽജിയം CRM ആണ്. അതിന് മുൻപ് ഞാൻ സോഹോ ബുക്കാണ്. അപ്പോൾ ERP ഒക്കെ നമ്മൾ അതിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ സോഹോ, ഈവൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ദുബായിയുടെ ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഓരോ ലൈസൻസിനകത്ത് സോഹോയുടെ പരസ്യവും QR കോഡും ഉണ്ട്. അത്രമാത്രം ഒരു വലിയതായി കഴിഞ്ഞു ഇന്ത്യൻ കമ്പനിയാണ്. നമുക്കത് ഭയങ്കര അഭിമാനമുള്ള നിമിഷം. ഞാൻ പല കാരണങ്ങൾ കൊണ്ടും ഒഡുവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒഡു എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ചോദിക്കുമ്പോൾ അവർ പറയും, സാർ ഞാൻ ഒഡു ഇത് യൂസ് ചെയ്തിട്ടില്ല, നാട്ടിൽ നമ്മളെ ടാലിയിലാണ് ചെയ്യുന്നത്, പിന്നെ CRM. അപ്പം CRMന്റെ ഒരു ട്രെയിനിങ് എവിടെയോ മിസ്സായി പോകുന്നുണ്ടോ എന്നുള്ളത്. അല്ല, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് CRM ട്രെയിനിങ്. ഇവരുടെ എല്ലാം ഫണ്ടമെന്റലി ഇവരുടെ മിസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർക്ക് ബേസിക് ലെവലിൽ അക്കൗണ്ടിങ്ങിന്റെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനെപ്പോഴും പറയുന്നത്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, ആദ്യം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ആദ്യം ബേസിക് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് എന്ന് അറിഞ്ഞിരിക്കണം. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അത് കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ MIS ആണ്, മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള CRM ആണ്. ഇതൊക്കെ ടൂളുകളാണ്. ഇവർക്ക് ഈ അക്കൗണ്ട്സിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടും ബാലൻസ് ഷീറ്റിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ഈ SAP ആയാലും ഒറാക്കിൾ ആയാലും സോഹോ ആയാലും ഈവൻ ക്വിക്ക് ബുക്ക് ആയാലൊക്കെ വന്നിട്ട് കോൺഫിഡൻസ് കുറയുന്നത്. ടാലിയിലാണ് ഇവർ കാണുന്നത്. ടാലിയാണ് ബേസിക് ഫണ്ടമെന്റൽ ആയിട്ട് തോന്നുന്നത്. ടാലി എന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ടാലി യൂസ് ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ എളുപ്പമായിട്ട് പഠിക്കും. അത് 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് അവിടെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്, കാരണം ലുക്ക് ആൻഡ് ഫീൽ മാറിയതേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ നിങ്ങളൊരു കാറിൽ കയറി കഴിഞ്ഞാൽ ബെൻസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വേറെ ആയിരിക്കും അല്ലെ, ഓഡിയുടെ കാറിൽ കഴിഞ്ഞാൽ വേറെ ഫീച്ചർ. ഫണ്ടമെന്റലി വണ്ടി ഓടിക്കാൻ അറിയണം. വണ്ടി ഓടിക്കാൻ അറിയാത്ത 2 പേർക്കും വന്നിട്ട് 2 വണ്ടിയും പുതിയതായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയൊരു കാര്യം കൂടിയും, ഇത്തരം ഈ ACCA പോലുള്ള കോഴ്സുകൾ നാട്ടിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു.
അങ്ങനെ വരുന്നതുകൊണ്ട് ഇന്ത്യൻ CA എന്ന് പറയുന്ന ഇത്രയും മഹത്തായ ഒരു CA ആയി വരുന്ന, അതായത് ഒരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ വിദേശത്ത് കിട്ടുന്ന വാല്യൂ ഒരു പക്ഷേ അതെ ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരു ACCA കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് അതെ കണ്ടുകൊടുത്തോളം നമുക്കൊക്കെ അത് വലിയൊരു ഇന്റർവ്യൂവിലൊക്കെ ഇന്ത്യക്കാർ മാത്രമല്ല മറ്റുള്ളവരും അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യൻ CAയുടെ ഒരു പ്രാധാന്യം കുറഞ്ഞ കുട്ടികൾ എളുപ്പത്തിൽ അങ്ങനെ ഒരു ചാൻസ് വേണ്ടിയിട്ട് ACCയിലേക്കൊക്കെ പോകുന്നതായി സാർ തോന്നിയിട്ടുണ്ടല്ലോ, CMAയിലേക്കൊക്കെ? ഒന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഏത് സംഭവത്തിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് കുട്ടികൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ഒന്നാണ് ഫങ്ഷൻ അസറ്റ് റിസ്ക്. ഫാർ അനാലിസിസ് പറയും. ഓക്കെ, എവിടെയാണോ ഫങ്ഷൻ കൂടുതലുള്ളത്, എവിടെയാണോ അസറ്റ് കൂടുതലുള്ളത്, ആരാണോ കൂടുതൽ റിസ്ക് എടുക്കുന്നത്, അവിടെയാണ് പ്രോഫിറ്റ് കൂടുതൽ, അതെ അല്ലേ? അതെ അപ്പോൾ ഈ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സും ഒരു ACC എന്ന് പറയുമ്പോൾ സിലബസ് കൂടുതലാണ്, അല്ലേ? അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാ, ടൈം കൂടുതലാണ്, അല്ലേ? റിസ്ക് എന്ന് പറയുമ്പോൾ പാസ്സാകുന്നത് വന്നിട്ട് കുറവാണ്, മറ്റേതിൽ പാസ്സാകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതെ. അത് തന്നെയാണ് ഈ പഠിക്കുന്ന ഒരിക്കലും ഞാൻ കോഴ്സിൽ. ACCനെ ചെറുതായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഇന്ത്യൻ CA മുകളിലാണോ എന്നുള്ളതിനപ്പുറത്തോട്ട് നമ്മുടെ ഇന്ത്യൻ CAന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ, കുട്ടികൾക്ക് അട്രാക്ഷൻ പോകുന്നുണ്ടോ? ഇല്ല, അത് ഈ കുട്ടികളെ നമ്മൾ ഈ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ ലൈഫിൽ സത്യം പറഞ്ഞാൽ എളുപ്പമായി കൊടുക്കുകയാണ്. അതായത് ഇത് എളുപ്പമാണ്, നല്ലതാണ്. അതായത് ഇത് പഠിച്ചാൽ പാസ്സാവാൻ ബുദ്ധിമുട്ടിനെക്കാട്ടും നമ്മളിപ്പോൾ ഒരു CA പഠിക്കാൻ പോകുന്ന കുട്ടിയോട് പറയാണ്, ഈ ACCA വളരെ നല്ല കോഴ്സാണ്, നീ 2 കൊല്ലം കൊണ്ട് പാസ്സാകും എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് 20-21 വയസ്സുള്ള കുട്ടി കൺവിൻസ് ആവുകയാണ്, ഞാനെന്തിനാ ഇത്രയും പക്ഷെ അത് നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഞാൻ ശരിക്കും ചോദ്യം. അതായത് വിഷനോട് കൂടി താല്പര്യമുള്ള ഒരു കുട്ടിക്ക്, CA പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയെ നമ്മൾ കൺവിൻസ് ചെയ്ത് ചിലപ്പോൾ ACCA ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഞാൻ അതാണ് പറയാതെ പറഞ്ഞത് നേരത്തെ ചോദ്യം. അപ്പൊ അല്ല, അത് ഇന്ത്യൻ CA പഠിക്കണം, അത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കണം എന്ന് എന്നുള്ള. വെച്ച് അതും നമുക്ക് ഈ മറ്റേ ഉപയോഗിക്കാൻ പറ്റാത്ത ആളെ കൊണ്ട് നമുക്ക് ഈ സാധനം കൊടുത്താൽ അതും ഫെയിൽ ആവും. പണ്ടേ CAക്കാരെ കുറിച്ച് പറയുന്നത് ജീസസ് നെവർ ഫെയിൽസ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അത് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പാട് ഇന്ത്യൻ CAക്ക് ഉണ്ട്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ കാണുന്നത് ഇപ്പം നമ്മളിപ്പം യു ടേക്ക് ഇറ്റ് എ ഗൾഫ് ആസ് എൻ എക്സാമ്പിൾ, UAE ആസ് എൻ എക്സാമ്പിൾ. നമുക്ക് നമ്മൾ പഠിക്കുന്നത് കേരളത്തിൽ ACCA പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ വലുതാണ്, നമ്മൾ ACCA കേരളത്തിൽ പഠിക്കുന്നു. പക്ഷേ നമ്മൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് ACCA ഉണ്ട്, പാകിസ്ഥാൻ ACCA ഉണ്ട്, ഫിലിപ്പീനോ ACCA ഉണ്ട്, ശ്രീലങ്കയിൽ ACCA ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ACCA ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് പാകിസ്ഥാനി ഒറിജിൻസ് ആണ്, ഇഷ്ടംപോലെ ആൾക്കാർ. പക്ഷെ അവരൊക്കെ UK പഠിച്ചിട്ടുള്ളവരും UK പാസ്പോർട്ട് ഹോൾഡറൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ സ്പീക്ക് വെരി ഗുഡ് ഇംഗ്ലീഷ്. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാറില്ല. നമ്മൾ അവിടുന്ന് ACCA പഠിച്ച് ഇവിടെ വരുന്ന സമയത്ത് മറ്റൊരു വലിയ ചോദ്യമാണ് വരുമ്പോഴേ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചാലഞ്ചാണ്. മലയാളികൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്, മലയാളി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോകും, ഉച്ചയാകുമ്പോൾ തന്നെ വേറെ മലയാളി കണ്ടുപിടിക്കും, എവിടെയാണ് ഉച്ചയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലവും കണ്ടുപിടിക്കും. അവൻ 2 കൊല്ലം ബാംഗ്ലൂർ ഈ മലയാളി കൂടെ ട്രാവൽ ചെയ്യാം. ഇത് പറയുന്നത് പുറത്ത് നമ്മൾ കാരണം മലയാളിക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ അൺകംഫർട്ടബിൾ ആവാൻ ഭയങ്കര മടിയാണ്, ആൾക്കാരുടെ മുന്നിൽ നാണം കെടാൻ മടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും ഇവിടെ ഇപ്പം മമ്മൂട്ടിയൊക്കെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു തുടങ്ങി. അത് മലയാളിക്കുള്ള ഈ ഒരു വിഷമം തീർക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് കാണുന്നുണ്ട്. ഞാൻ അതൊരു പരിധിവരെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ ബേസിക് സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ട കാര്യം അത് അവിടെ കൊടുക്കാതെ കുറെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു വ്യത്യാസം. ലാംഗ്വേജ് നമ്മുടെ കുട്ടികളെ ഏറ്റവും വലിയൊരു ബാധിക്കുന്ന കാര്യം. ഞാനെപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പൂറാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അപ്പോൾ ഞാൻ പറയും 3C എന്ന് പറയും. എൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയും കുട്ടികൾക്ക് 3C. ഒന്ന്, നമുക്ക് കോമ്പിറ്റൻസി വേണം. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്കിൽ ഉണ്ടായിരിക്കണം. നോളജ് വെച്ചിട്ടുള്ള വേറെ ഒന്നുമില്ല ഫ്യൂച്ചറിൽ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എത്രയും നോളജ് ഉണ്ടായാലും ഇത് നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ നോളജിനെ കൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും. അത് ഞാനൊക്കെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് നമ്മൾ ഒരുപാട് കാലം ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷിലൊരു 2 കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരാകെ നെർവസ് ആവും. പിന്നെ അത് കഴിഞ്ഞാൽ അവർ എത്ര ടാലന്റ് ആയിട്ടുള്ള ആള്. ഇംഗ്ലീഷ് പോട്ടെ, കുട്ടികൾക്ക് മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂറ്റി ചെയ്യാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ സി വന്നിട്ട് കൺസിസ്റ്റൻസി. ഇത് എല്ലാ ദിവസവും ചെയ്യണം. ഈ നോളജും എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഈ സാധനത്തിന്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് 3ഉം ഞാൻ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് കുട്ടികളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് റിട്ടൺ ആയിക്കോട്ടെ അല്ലെ ഓറൽ ആയിക്കോട്ടെ, ഇവർക്കിത് പ്രസൻറ്റേഷൻ സ്കില്ലും, നമ്മൾ എത്ര ടാലൻ്റ് ഉള്ള ഒരാളും
നമുക്കത് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലില്ലെങ്കിൽ പിന്നെ അവർക്ക് അതിന്റെ വാല്യൂ മറ്റേ അതൊരു മനസ്സിലാവും. ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതെ, നോളജ് ഉണ്ട്, നോളജ് ഉണ്ട്. ഭയങ്കര കഴിവുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, അതെ അതെ സ്മാർട്ട് വർക്കർ ആയിരിക്കാം, പല ടൈപ്പ് ആളുകളായിരിക്കാം. പക്ഷെ അത് നേരെ മുന്നിൽ ഇരിക്കുന്ന ഒരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് പറ്റാത്തൊരവസ്ഥ ഇവർക്ക് വരും. ഈ അതാണ് പ്രശ്നം. മലയാളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രസന്റബിൾ ആവുന്നത്. ഇത് പല കാര്യത്തിലുണ്ട്. ഇപ്പൊ കോയമ്പത്തൂർ നല്ല മോട്ടറുണ്ട്, ആ പക്ഷെ പാക്കിങ് പോരാ, അതെ അതെ ഫിനിഷിങ് ഉണ്ടാവില്ല. അതെ പക്ഷെ ആ മോട്ടർ ചിലപ്പോൾ നമ്മൾ ഗുജറാത്തി ഉണ്ടാക്കിയ മോട്ടറിനേക്കാളും അതെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്യും. പക്ഷെ ആ മോട്ടർ കൊണ്ട് ഈ പ്രസന്റ് ചെയ്ത് രണ്ടുപേരും വെച്ച് കഴിഞ്ഞാൽ മറ്റേത് എടുത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല നോർമലി എന്ന് പറഞ്ഞാൽ മലയാളികൾ എപ്പോഴും രാവിലെ കുളിച്ച് നമ്മൾ മലയാളികൾക്ക് പറഞ്ഞാൽ നല്ല വൃത്തിയിലല്ല നമ്മൾ പക്കയായിരിക്കും, പെർഫെക്റ്റ് അതെ ആയിരിക്കും. അതെ നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആവാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മൾ ആരുടെ മുന്നിൽ നമുക്ക് വൃത്തിയില്ലാതെ പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകുന്നത്. നമ്മൾ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് വേറൊരാളുടെ മുന്നിൽ അൺകംഫർട്ടബിൾ ആവാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എപ്പോഴായാലും ഏത് സംഭവം ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അബ്നോർമൽ ആയിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലേ. ഇപ്പം ഞാനായാലും നിങ്ങളായാലും യു മേ റിമെമ്പർ വന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു. അതെ ഐ റിമെമ്പർ വാട്ട് വാസ് മൈ ഫസ്റ്റ് വീഡിയോ അല്ലേ. തീർച്ചയായിട്ടും. നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത് പരിചയം കൊണ്ടാണ് ഇപ്പം വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നത് അല്ലേ. അതെ അതെ ഞാൻ ഒരിക്കലും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ കാഷ്വലായി സംസാരിക്കാൻ പറ്റും. ഞാനൊരു ദിവസം ഞാൻ ഇപ്പോഴും കുട്ടിയോട് പറയും, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ ഗവൺമെൻറ് മലയാളം മീഡിയം സ്കൂളിൽ 10 വർഷം പഠിച്ച ആളാണ്. ഓക്കെ, ഓക്കെ ഞാൻ 5 വർഷം ഗവൺമെൻറ് കോളേജിൽ പഠിച്ചതാണ്. 15 വർഷം പഠിച്ചിട്ട് എനിക്കറിയില്ല എന്തിനാണ് ഞാൻ പഠിച്ചതെന്ന്. പക്ഷെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ഞാനിപ്പം ഒരു സെഷൻ എടുക്കാനോ ഇംഗ്ലീഷിൽ എടുക്കാനോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആഫ്റ്റർ എ പോയിന്റ് നമ്മൾ റിലീസ് ചെയ്ത ശേഷം അതെ, അതെ. വന്നൊരു വാല്യൂ ആണ്.